അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ ശ്രോതാക്കളെ, ധർമ്മബോധവും ഉന്നതമായ മൂല്യങ്ങളും സമൂഹത്തിന് പഠിപ്പിച്ച ഇസ്ലാം മതത്തെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തെറ്റായ വ്യാഖ്യാനങ്ങളും തെറ്റായ പ്രചരണങ്ങളും നടത്തി മുൾമുനയിൽ നിർത്തുകയാണ് ചിലർ. ഇസ്ലാമിനെ തെറ്റിദ്ധാരണയുടെ മുൾമുനയിൽ നിർത്താനാണ് അവരുടെ ശ്രമം. ഇതിൽ പ്രധാനമായി അവർ ഉന്നയിക്കുന്ന വാദമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ്ദുന്യാ അന്നിസാഉ വത്തീബു എന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ വെച്ച് ഏറ്റവും ഇഷ്ടമാകുന്നത് സ്ത്രീകളെയും സുഗന്ധത്തെയുമാണ്. നസായി 3939. ഇത് ഇറങ്ങുന്ന സാഹചര്യം നാം മനസ്സിലാക്കണം. പിറന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ആ കാലത്ത്, സ്ത്രീകളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ആ സമയത്ത്, സ്ത്രീ നമുക്ക് കരുത്താണ്. സ്ത്രീ സുഗന്ധം പരക്കുന്നത് പോലെ വീട്ടിൽ സമാധാനവും സന്തോഷവും നൽകുന്നവരാണ്. അവരെ നാം മാറ്റി നിർത്തേണ്ടവരല്ല തുടങ്ങി സ്ത്രീകളെ ഇസ്ലാം അവരെ കൂടെ പിടിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, മറ്റൊരു മതത്തിലും സ്ത്രീകൾക്ക് നൽകാത്തതാണ് അനന്തരാവകാശം. എന്നാൽ ഇസ്ലാം മതം സ്ത്രീകൾക്ക് അനന്തരാവകാശം നൽകുന്നുണ്ട്. തുടങ്ങി ഇസ്ലാം സ്ത്രീകളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അതല്ലാതെ ഇതിൽ ഈ ഹദീസിലൂടെ ഒരു വൈകാരികമായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിലേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി വിവാഹം ചെയ്യുന്നത് 25-ാം വയസ്സിലാണ്. അത് തന്നെ വിവാഹം ചെയ്യുന്നത് 40 വയസ്സ് പ്രായമുള്ള 2 തവണ വിവാഹം ചെയ്ത ഖദീജ ബീവിയെയാണ്. ശേഷം പിന്നീട് വിവാഹം ചെയ്യുന്നത് തന്നെ, ഖദീജ ബീവിയുടെ മരണശേഷം പിന്നീട് വിവാഹം ചെയ്യുന്നത് 53-ാം വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ ചെയ്തതിന് ശേഷമാണ്. നമുക്കറിയാം, ഇന്ന് ശാസ്ത്രലോകം തെളിയിച്ചതാണ്, ഒരു മനുഷ്യന് കാമപ്രാന്തുണ്ടാകുന്ന ഏറ്റവും അതിൻ്റെ മൂർത്തിയായ പ്രായം 9 മുതൽ 50 വരെയുള്ള പ്രായമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രായത്തിൽ ഖദീജ ബീവിയെ മാത്രമാണ് വിവാഹം ചെയ്തത്. പിന്നീട് 53-ാം വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷമാണ് ആയിഷ ബീവിയെ വിവാഹം ചെയ്യുന്നത്. പിന്നീട് അവർ പറയുന്നതാണ് സഫിയ ബീവിയെ വിവാഹം ചെയ്തത്. സഫിയ ബീവിയെ വിവാഹം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി പൊതുവെ തബൂക്ക് യുദ്ധം കഴിഞ്ഞപ്പോൾ ശത്രുസേനയെ മുസ്ലിങ്ങൾ പിടിക്കുകയും അതിലെ രാജാവിൻ്റെ ഭാര്യയായ സഫിയ ബീവിയെ സ്വഹാബികൾ വിവാഹം ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സൗന്ദര്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫിയ ബീവിയെ വിവാഹം ചെയ്തത് എന്നൊക്കെയാണ് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സഫിയ ബീവി അവരുടെ ശത്രുസേനയുടെ നേതാവാണ്. ശത്രുസേനയുടെ രാജാവിൻ്റെ ഭാര്യയാണ്. അപ്പോൾ രാജാവ് എന്ന നിലക്ക് അവരെ പരിഗണിക്കേണ്ടതിനാലാണ് സഫിയ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത്. അങ്ങനെ ഓരോ ഹദീസിലും അതിൻ്റെതായ ഇറങ്ങാനും അതിൻ്റെ യഥാർത്ഥമായ വശങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ചെറിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമല്ല നാം നടത്തേണ്ടത്. ഇങ്ങനെ ഹദീസുകൾ കണ്ടാൽ അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.